നമ്മൾ ചെയ്യുന്ന ആധ്യാത്മികമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് അതീവ ശ്രദ്ധയുണ്ടായിരിക്കണം. ശ്രദ്ധയില്ലാതെ ഒരു കാര്യവും ചെയ്യരുത് എന്നർത്ഥം. പിന്നെ നമുക്ക് വേണ്ടത് ഭക്തി ഉണ്ടാവണം. ശ്രദ്ധയുണ്ടാവണം, നല്ല ഭക്തി ഉണ്ടാവണം, ശമം ദമം മുതലായിരിക്കുന്ന ഗുണങ്ങളൊക്കെ നമുക്കുണ്ടാവണം. എന്താണ് ഈ ശമം ദമം എന്നൊക്കെ പറഞ്ഞാൽ? നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ എപ്പോഴും ഓരോന്ന് വേണം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ദ്രിയങ്ങൾ വേണമെന്ന് പറയുന്നതൊക്കെ ഇന്ദ്രിയങ്ങൾക്ക് കൊടുക്കരുത് എന്നർത്ഥം. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെയും നമ്മളുടെ മനസ്സിനെയും നമ്മൾ തന്നെ എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. അതിനാണ് ശമദമങ്ങൾ എന്നൊക്കെ പറയും. അപ്പൊ ഇങ്ങനെ നമുക്ക് ശ്രദ്ധയുണ്ടാവണം, ധ്യാനിക്കാനുള്ള താല്പര്യം ഉണ്ടാവണം, ശമം ദമം മുതലായിരിക്കുന്ന ഗുണങ്ങളൊക്കെ ഉണ്ടാവണം. എല്ലാ ദിവസവും നമ്മൾ സാധനകൾ ചെയ്യണം. ആധ്യാത്മികമായിരിക്കുന്ന സാധനങ്ങൾ നമ്മളൊക്കെ ചെയ്യണം. ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ അനുഭവിച്ച് അറിയാൻ പറ്റുകയുള്ളൂ. ഇതൊന്നും ഒരാൾ ചെയ്യുന്നില്ലെങ്കിലോ ശ്രദ്ധയില്ല, ഭക്തിയില്ല, ശമാദമാദികളില്ല, അതുപോലെ തന്നെ സാധനങ്ങളൊന്നും ചെയ്യുന്നില്ല, അങ്ങനെയുള്ളവര് എന്തെല്ലാം ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിച്ചാലും ഏതെല്ലാം ക്ഷേത്രങ്ങളിൽ പോയിട്ട് തപസ്സിരുന്നാലും അവർക്ക് ഈശ്വരനെ കിട്ടില്ല എന്നർത്ഥം. കുറെ ഗ്രന്ഥങ്ങൾ പഠിച്ചാൽ വല്ലതും മനസ്സിലാവോ? ഒന്നും മനസ്സിലാവില്ല. ഇപ്പൊ ഗ്രന്ഥങ്ങൾ പഠിക്കലോ പാണ്ഡിത്യം ഉണ്ടാവലോ ഒന്നുമല്ല ആധ്യാത്മികമായിരിക്കുന്ന നേട്ടമെന്ന് പറയുന്നത്. അതൊന്നും ചെയ്യേണ്ടതല്ല, അതൊക്കെ ചെയ്യാം. ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതൊക്കെ ബുദ്ധി കൊണ്ട് ചെയ്യുന്ന ഒരു വ്യാപാരം മാത്രമാണ്. അപ്പൊ നമുക്ക് ഈ നമ്മൾ ചെയ്യുന്ന സാധനങ്ങളിലൊക്കെ അതീവ ശ്രദ്ധയുണ്ടാവുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ ആ ശ്രദ്ധയാണ് വേണ്ടത്. ഇവിടെ പറയുന്നു ശുശ്രൂഷോഹോ ശ്രദ്ധാനസ്യ വാസുദേവ സ്യാൻ മഹൽ സേവയാ വിപ്രാഹ പുണ്യതീർത്ഥ നിഷേവണാൽ. ഭാഗവത മഹാത്മാക്കളെ പറ്റിയാണ് പറഞ്ഞു തരുന്നത്. അനേകം മഹാത്മാക്കളുടെ കഥകൾ നമുക്ക് ഭാഗവതത്തിൽ കേൾക്കാം. ഈ മഹാത്മാക്കളുടെ കൂടെ കുറച്ചു കാലമെങ്കിലും ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ മഹാത്മാക്കളുടെ കൂടെ ഇരുന്നാൽ അവർ നമുക്ക് ആരെപ്പറ്റി പറഞ്ഞു തരും? ഭഗവാനെ പറ്റി പറഞ്ഞു തരും. അതിന് മഹൽ സേവ എന്നാണ് പറയും. അപ്പൊ അവരെന്താ ചെയ്യുക? അവര് പലതും പറഞ്ഞു തരും. അവര് പറയുന്ന കാര്യത്തിലൊക്കെ നമുക്ക് ശ്രദ്ധയുണ്ടാവും. അപ്പോൾ ഭഗവാന്റെ കഥ കേൾക്കാൻ നമുക്ക് താല്പര്യമുണ്ടാവും. ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലാണ് ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നത് എന്നർത്ഥം. അപ്പൊ നമ്മുടെ മനസ്സിലുള്ള രജോ ഗുണം, തമോ ഗുണം, ഇങ്ങനെയുള്ള മോശമായ ഗുണങ്ങളൊക്കെ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമാവും. സത്വഗുണം കൊണ്ട് മനസ്സ് നിറയും. ആ സത്വഗുണം നിറയുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ആ സത്വഗുണമുള്ള ഈശ്വരനാണ് ആര്? മഹാവിഷ്ണു. ഈ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ചു അതല്ലേ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ ഭഗവാന്റെ അതിഗംഭീരമായ ഒരു ശ്രീകോവിൽ ഉണ്ടാക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെയാണ് അവിടെ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പൊ ഭഗവാൻ അവിടെ നേരെ കാണുന്ന ബാലാലയത്തിൽ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഭഗവാനെ ആ ബാലാലയത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ വലിയ ക്ഷേത്രത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കണം. അങ്ങനെ ഭഗവാന്റെ ആ പ്രതിഷ്ഠയൊക്കെ കഴിയുമ്പോൾ ജഗന്നാഥമൂർത്തിയായിരിക്കുന്ന ആ ഭഗവാന്റെ പൂർണ്ണമായ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഭഗവാന്റെ ആ കഥകളൊക്കെ കേൾക്കാൻ കഴിയും. ആ ഭഗവാന്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ ജഗന്നാഥമൂർത്തിയായ ഭഗവാനെ നമ്മൾ ഉപാസിക്കുമ്പോൾ നമുക്ക് സത്വഗുണം ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിച്ചു വരും. അപ്പൊ സത്വഗുണ സ്വരൂപനാണ് ആര്? ഈ മഹാവിഷ്ണു എന്ന് പറയുന്ന ഭഗവാൻ. അപ്പൊ നമുക്ക് സത്വഗുണം ഉണ്ടെങ്കിലേ നമുക്ക് ആ ഭഗവാനെ ശരിക്കും സേവിക്കാൻ കഴിയും. അപ്പൊ സത്വഗുണത്തെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സപ്താഹത്തിൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെള്ളുള്ളി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് കമ്മിറ്റിക്കാരോട് ഞാൻ എന്താ പറഞ്ഞത്? ആഹാരത്തിൽ എന്തുപയോഗിക്കേണ്ട? വെള്ളുള്ളി ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞു. അതെന്താ? അമ്പലത്തിലേക്ക് കൊണ്ടുവരേ വേണ്ട ഏത് സാധനം. നിങ്ങൾ പറയും ഇതിന് ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉണ്ടെന്നൊക്കെ പറയൂല്ലേ. പക്ഷെ അത് അമ്പലത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത സാധനം. പിന്നെ അമ്പലത്തിൽ നമ്മൾ കോഴിമുട്ട ഉപയോഗിക്കില്ല, ഉണ്ടോ? ഇല്ല. മോശമായ എന്നല്ല, ഈ മാംസാഹാരങ്ങളൊന്നും ഉപയോഗിക്കാറുണ്ടോ അമ്പലത്തിൽ? ഉപയോഗിക്കില്ല. മീന് ആഹാരമായിട്ട് ഉപയോഗിക്കില്ല. അപ്പൊ അമ്പലത്തിൽ മത്സ്യം കൊണ്ടുവരാൻ പറ്റില്ല, കോഴിമുട്ട കൊണ്ടുവരാൻ പറ്റില്ല, വെള്ളുള്ളി കൊണ്ടുവരാൻ പറ്റില്ല, ഉള്ളിയും കൊണ്ടുവരാണ്ടിരിക്കുക നല്ലത്. ഇതൊക്കെ നമുക്ക് സത്വഗുണം ഇല്ലാണ്ടാക്കുന്ന ആഹാര സാധനങ്ങളാണ്. അപ്പൊ നമുക്ക് സത്വഗുണത്തെ വർദ്ധിപ്പിക്കുന്ന ആഹാര സാധനങ്ങളാണ് എവിടെ ഉണ്ടാവേണ്ടത്? ക്ഷേത്രത്തിൽ ഉണ്ടാവേണ്ടത്. അത് വളരെ ശ്രദ്ധിക്കണം. ആൾക്കാരൊക്കെ പലതും പറയുന്ന ഒരു കാലമാണല്ലേ.
അങ്ങനെ പലതും പറയുന്നതിനും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്വീകരിക്കാൻ പാടില്ല. ഏറ്റവും ശുദ്ധമായ രൂപത്തിൽ ഈശ്വരനെ ഉപാസിക്കാനുള്ള ഒരു ക്ഷേത്രമാണ് നമ്മളുടെ ഈ ക്ഷേത്രം. അപ്പൊ സപ്താഹം അത് ഏറ്റവും ശുദ്ധമായ രൂപത്തിലാണ് ഇവിടെ നടക്കേണ്ടത്. ആൾക്കാർ ഇന്നത്തെ കാലത്ത് പലതും പറയും, അത് വിവരമില്ലാത്തത് കൊണ്ടാണ്. നമ്മളതൊന്നും എന്ത് ചെയ്യരുത്, സ്വീകരിക്കരുത് എന്നർത്ഥം. ഇവിടെ പരമാവധി ഏറ്റവും ശുദ്ധമായ രൂപത്തിലായിരിക്കണം നമ്മുടെ ഈ ഭാഗവത സപ്താഹം. മാത്രമല്ല ആദ്യമായിട്ടൊരു സപ്താഹം നടക്കുക. ആദ്യമായിട്ട് നടക്കുമ്പോൾ ആചാര്യന് വളരെ കൂടുതൽ ഉത്തരവാദിത്തം, എത്രയോ വലിയൊരു ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ തലയിൽ വെച്ചുകൊണ്ട്. ഇവിടെ ഏറ്റവും ഉത്തരവാദിത്തം ആർക്കാം? നിങ്ങൾക്ക് ആർക്കുമല്ല ഇരിക്കാൻ, നിങ്ങൾക്ക് ആർക്കുമല്ല. നിന്റെ മുഴുവൻ ഉത്തരവാദിത്തം നിങ്ങൾ എൻ്റെ തലയിൽ വെച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് എന്തു നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചിട്ടേ ചെയ്യാം. ഇവിടെ ആൾക്കാരൊക്കെ പലതും പറയും, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പലതും പറയും. ചെല്ലു വന്ന് ചോദിക്കും, ഞാൻ വൈകുന്നേരം ഒരു ഭരതനാട്യം കളിച്ചോട്ടെ, എന്നോട് ചോദിച്ചിട്ടേ പെർമിഷൻ കൊടുക്കാം. അങ്ങനെ പലതും ആൾക്കാർ വന്ന് ചോദിക്കും സപ്താഹകാലത്ത്. അങ്ങനെ പുതുതായിട്ട് എന്ത് ചോദിക്കുമ്പോഴും ആരോട് ചോദിക്കണം എന്ന് പറയാം? ആചാര്യനോട് ചോദിച്ചിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, അതിനൊരു അനുവാദം കൊടുക്കുക. അല്ലാണ്ട് തോന്നിയത് മാതിരി നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങനെ സപ്താഹം നടത്താൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ഏതായാലും ഈ സപ്താഹം നല്ല രീതിയിൽ നടക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ നാടിന് മുഴുവനും ലഭ്യമാകുന്നതാണ്. ഇവിടെ ആദ്യം തന്നെ പറയുന്നത് ഈ 3-ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ അവതാരങ്ങളെ പറ്റി പറയാണ്. എത്ര അവതാരങ്ങളാ ഭഗവാൻ എടുത്തതല്ലേ. നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഭഗവാൻ 10 അവതാരങ്ങളെ എടുത്തിട്ടുള്ളൂ. ദശാവതാരം എന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർക്കൊരു വിചാരമുണ്ട്, ഭഗവാൻ ആകെ 10 അവതാരങ്ങളെ എടുത്തിട്ടുള്ളൂ. അത് തെറ്റായ ഒരറിവാണ്. അങ്ങനെ ഭഗവാൻ 10 അവതാരങ്ങളൊന്നും അല്ല എടുത്തത്. ഭഗവാൻ എത്രയോ അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. 10 അല്ല, 100 അല്ല, 1000 അല്ല, 10,000 അല്ല, 1,00,000 അല്ല, കോടിയല്ല. എത്ര അവതാരങ്ങളാണ് ഭഗവാൻ എടുത്തതെന്ന് ചോദിച്ചാൽ അത് നമ്മളെ കൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, എണ്ണി കണക്കാക്കാൻ പറ്റില്ല എന്നർത്ഥം. ഇപ്പോഴല്ലേ ആ കാര്യം മനസ്സിലായതല്ലേ? എന്ത് 10 അവതാരം ഒന്നും അല്ലേ ഭഗവാൻ എടുത്തത്? അതാ പറഞ്ഞത് അല്ല. നമ്മുടെ നാട്ടുകാരുടെയൊക്കെ വിശ്വാസം എന്താണ്? എന്താ അവരുടെ എണ്ണം മത്സ്യം, കുർമ്മം, വരാഹം, നരസിംഹം, ഈ 10 അവതാരം മാത്രമേ ഭഗവാൻ എടുത്തുള്ളൂ ആൾക്കാർ പറയാറുണ്ടല്ലേ. അത് ശരിയല്ല എന്നാണ്. എത്രയോ അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അവതാരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കേൾക്കണം. ഓരോരോ അവതാരം ഭഗവാൻ എടുക്കുമ്പോഴും ഭഗവാൻ ഒരുപാട് കഥകൾ ഉണ്ടാക്കിയിരുന്നു. ആ കഥകളൊക്കെ നമ്മൾ കേൾക്കണം എന്നർത്ഥം. അപ്പൊ ആ അവതാര കഥകളൊക്കെ എവിടെ വർണ്ണിക്കുന്നുണ്ട്? ഈ ഭാഗവതത്തിൽ വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ ആ ഭാഗവതത്തിൽ വർണ്ണിച്ച് കേൾക്കുന്ന കഥകളാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കേണ്ടത്. അതാണ് ശരിയായ കഥ. നാട്ടുകാർ പലതും പറയൂല്ലേ. കുചേലൻ അവര് കൊടുത്ത സമയത്ത് ആ അവരിക്കടിയിൽ കല്ലും നെല്ലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലേ? കുചേലന്റെ ഭാര്യ ഇങ്ങനെ നെല്ലിടിക്കുന്ന സമയത്ത് എന്തോ അശ്രദ്ധ കൊണ്ടൊക്കെ അതിൽ കുറെ കല്ലും നെല്ലൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടില്ലേ? പക്ഷെ അതിനകത്ത് കല്ലുമില്ല നെല്ലുമില്ല. വാസ്തവത്തിൽ കുചേലൻ കൊണ്ടുപോയ വെക്കിടിയിൽ എന്തില്ല? കല്ലുമില്ല നെല്ലുമില്ല. നല്ല അവിലാണ് ആര് കൊണ്ടുപോയത്? കുചേലൻ കൊണ്ടുപോയത് നല്ല അവിലാണ്. നാട്ടുകാർ പറയണത് എന്തൊക്കെയാണല്ലേ. കുചേലന്റെ ഭാര്യയ്ക്ക് കുറെ കുട്ടികളുണ്ടായിരുന്നു എന്നൊക്കെ കേട്ടില്ലേ നാട്ടുകാർ പറഞ്ഞിട്ട്? നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇല്ല. അങ്ങനെ കുചേലന്റെ ഭാര്യയ്ക്ക് കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. കുചേലനുണ്ട്, കുചേലന്റെ ഭാര്യ, 2 പേര് മാത്രമേ വീട്ടിൽ. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ആൾക്കാര് ആധ്യാത്മിക കഥകളൊക്കെ എന്തെല്ലാമോ തരത്തിൽ പറഞ്ഞു നടക്കുന്നുണ്ട്. അതൊന്നും എവിടെ ഉള്ളതല്ല, അതൊന്നും നമ്മുടെ ശരിക്കുള്ള പുരാണത്തിലുള്ളതല്ല. അവരെന്തൊക്കെയോ പറഞ്ഞു നടക്കുന്നതാണ്. അപ്പൊ നാട്ടുകാരെന്തെങ്കിലും പറയണത് കേട്ടിട്ട് നമ്മളത് ശരിയാണെന്ന് വിചാരിക്കരുത്. ഭാഗവതത്തിൽ അതുണ്ടോ നോക്കണം, അല്ലെങ്കിൽ പുരാണത്തിലുണ്ടോ, വേദങ്ങളിലുണ്ടോ നോക്കണം. ആൾക്കാർക്ക് എന്ത് വേണേ പറഞ്ഞോളൂ, എന്തും പറയാം ആൾക്കാർക്ക്. അപ്പൊ ശരിയായ തത്വങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ ഭാഗവതം പോലുള്ള, മഹാഭാരതം പോലുള്ള, രാമായണം പോലുള്ള ശരിയായ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോഴേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഏതായാലും ഭഗവാൻ ഈ അവതാരങ്ങളൊക്കെ എടുത്തത് ആർക്ക് വേണ്ടിയാണ്? സൂതൻ പറയുന്നു, നമുക്ക് വേണ്ടിയിട്ടാണ്. മനുഷ്യർക്ക് പലപ്പോഴും തെറ്റായ വഴിയിലേക്ക് പോകാനൊരു പ്രവണതയുണ്ട്, എല്ലാ മനുഷ്യർക്കും. അപ്പൊ മനുഷ്യരെ, ആ തെറ്റായ വഴിയിലേക്ക് പോകുന്ന മനുഷ്യരെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേറരുത് അതോടെ വയ്ക്കും. അപ്പൊ നിങ്ങളാരും പറഞ്ഞില്ലല്ലോ അങ്ങോട്ട് ഒഴിവ് വരണ്ടാന്നില്ല, ഞാൻ തന്നെ പറയേണ്ടി. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോ നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഇരിക്കുക, ഞാൻ ഇവിടെ നിർത്താൻ പോവുക. ആരവിടെ ഇരിക്കുക?
എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ പോയി എവിടെ ആരും ഉണ്ട്, ഇവിടെ പലരും ഇങ്ങനെ കയറി വരും. ആരിക്കും? ആ അമ്മ ഇരിക്കും. പിന്നെ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പോയി ഭക്ഷണം കഴിച്ചാൽ മതി. അവരോട് പറയേണ്ടത് പലരും ഇങ്ങനെ കയറി വരും, ഇതിനെ മുളയ്ക്ക് ആരെയും കയറ്റാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ. ചിലപ്പോ മറ്റു ജീവജാലങ്ങളൊക്കെ ചിലപ്പോൾ കയറി വന്നുള്ളത്, അതൊന്നും അങ്ങനെ ഓടിക്കൊന്നും വേണ്ട, തല്ലൊന്നും വേണ്ട. മറ്റു ജീവികളൊക്കെ വരുന്ന സമയത്ത് തല്ലരുത്. ഒരു ജീവി എന്ത് ചെയ്യാൻ പാടില്ല, അമ്പലത്തിൽ നിന്ന് വേദനിപ്പിക്കാൻ പാടില്ല. പറഞ്ഞാൽ മനസ്സിലായോ? നായ വന്നു കല്ലെറിയാൻ പാടുമോ? പാടുമോ? ഒരിക്കലും കല്ലെറിയാൻ പാടില്ല, വടി എറിയാൻ പാടില്ല. നായ വന്നാൽ അതേ പോയിക്കോട്ടെ, നമ്മളൊന്ന് വെറുതെ ഒച്ച ഉണ്ടാക്കിയാൽ ദൂരത്തേക്ക് ഓടിച്ചു, അല്ലാണ്ട് അതിനെ ഉപദ്രവിക്കാൻ പാടില്ല. ഒരു ജീവിയെയും ക്ഷേത്രത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, ഉപദ്രവിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ പറയുന്നു ഈ ഭഗവാന്റെ ഈ അവതാര ലീലകളൊക്കെ നമ്മൾ കേൾക്കണം. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭഗവാനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം. ഈ ഭാഗവതം ഒരു നാമപുരാണമാണ്. നാമത്തിന്റെ മഹിമയാണിതിൽ പറയണം. നാമം എപ്പോഴും ജപിച്ചു നടന്ന ഒരു മഹർഷിയായിരുന്നു നാരദ മഹർഷി, അല്ലെ? കേരളീയർക്ക് നാരദ മഹർഷിയെ പറ്റി ഒന്നും അറിയില്ല. എന്താ അറിയാ? ഒരു കാര്യം അറിയില്ല. അപ്പൊ നാരദ മഹർഷിയെ പറ്റി ശരിക്കും അറിയണമെങ്കിൽ നമ്മൾ എന്ത് വായിക്കണം? ഭാഗവതം വായിക്കണം. അദ്ദേഹത്തെ കാണാൻ നല്ല ഭംഗിയാണ്. കയ്യിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും? ഒരു വീണ കയ്യിലെടുക്കും. ആ വീണ കയ്യിലെടുത്ത് ഭഗവാന്റെ മഹിമകൾ പാടിക്കൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു മഹാത്മാവാണ് നാരദ മഹർഷി. അദ്ദേഹത്തെ ഭാഗവതം നല്ലതുപോലെ അറിയാം. ആധ്യാത്മികമായ സകല കാര്യങ്ങളും നല്ലതുപോലെ അറിയുന്ന ഒരു മഹർഷിയാണ് ആര്? നാരദ മഹർഷി. അല്ലാതെ ആരല്ല, ഏഷണിക്കാരനൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ പറയും നാരദൻ എന്ന് പറഞ്ഞാൽ ഏഷണി കൂട്ടി നടക്കുന്ന ഒരാളാണ്. നാട്ടുകാരൊക്കെ പറയാറില്ലേ? നമ്മുടെ നാട്ടുകാരൊക്കെ അത് ശരിയല്ല എന്നർത്ഥം. നാരദൻ അങ്ങനെ ആരോട് ഇന്നേ വരെ എന്ത് ചെയ്തിട്ടില്ല, ഏഷണി കൂട്ടി നടന്നിട്ടില്ല. വളരെ നല്ല ഒരു ഭഗവത് ഭക്തനായിരുന്നു നാരദ മഹർഷി. ഒരിക്കൽ അദ്ദേഹം വേദവ്യാസ മഹർഷിയെ കണ്ടു. അങ്ങനെ വേദവ്യാസ മഹർഷിയെ കണ്ട സമയത്ത് വേദവ്യാസിന് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. ആ പ്രയാസങ്ങളൊക്കെ തീർത്തു കൊടുത്തത് ആരാണ്? നാരദ മഹർഷിയാണ്. ഈ നാരദ മഹർഷിയാണ് നമ്മൾ വായിക്കുന്ന ഈ ഭാഗവതം മുഴുവനും ആർക്ക് ഉപദേശിച്ചു കൊടുത്തത്? വേദവ്യാസ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തത്. അപ്പൊ വേദവ്യാസ മഹർഷിക്ക് ഭാഗവതം കിട്ടിയത് എവിടുന്നാണ്? നാരദ മഹർഷിയിൽ നിന്നാണ് കിട്ടിയത് എന്നർത്ഥം. അങ്ങനെ നാരദ മഹർഷിയുടെ ഒരു ഉപദേശം അനുസരിച്ചാണ് ഈ വേദവ്യാസ മഹർഷി നമ്മൾ വായിക്കുന്ന ഇത്രയും ഗംഭീരമായ ഈ ഭാഗവതം എഴുതിയത്. എത്രയോ ഗംഭീരമാണ് ഭാഗവതം. അത് 7 ദിവസമല്ല, ഒരു കൊല്ലം മുഴുവൻ ഇരുന്ന് പറഞ്ഞാലും തീരാത്ത അത്രയും ആശയങ്ങൾ എവിടെയുണ്ട്? ഭാഗവതത്തിലുണ്ട്. ഇത് ഭക്തിയെ പറ്റിയാണ് പ്രധാനമായിട്ട് പറയണത്. അപ്പൊ ഭാഗവതം വേണ്ടതുപോലെ കേട്ടാൽ നമുക്ക് എന്തുണ്ടാവും? ഭഗവാന്റെ പാദത്തിൽ ഭക്തി ഉണ്ടാകും. ഒരു മനുഷ്യന് ഭക്തി ഉണ്ടായി എന്ന് വിചാരിക്കുക, പിന്നെ ആ മനുഷ്യന് ജീവിതത്തിൽ വേറൊന്നും ആവശ്യമില്ല. അപ്പൊ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭഗവത്പാദ ഭക്തി എന്നാണ് ഭാഗവതം നമ്മളോട് പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം? ഇവിടെ ഇപ്പൊ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ടാവും. ഏത് കാര്യം ചെയ്യുമ്പോഴും വിനയത്തോടെ ഭക്തിയോടെ അത് ചെയ്യുക. ഈ ക്ഷേത്രം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു സിദ്ധാന്തമാണ് ദാസോഹം. നമ്മളൊക്കെ ആരുടെ ദാസനാണ്? ഇവിടെ കുടികൊള്ളുന്ന ഭഗവാന്റെ ദാസനാണ് ഞാൻ. നിങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും ആരാണ്? ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, ഭഗവാന്റെ ദാസനാണ് എന്നുള്ള ഭാവത്തിൽ വളരെ വിനയത്തോടെ വേണം നമ്മൾ ഇവിടെയുള്ള ഓരോരോ കർമ്മങ്ങളും ചെയ്യാൻ. അപ്പൊ ആ ഒരു ഭാവം നമുക്ക് എപ്പോഴും ഉണ്ടാവണമെന്ന് ഞാനിപ്പോ ഒന്ന് സൂചിപ്പിച്ചതാണ്. ഇപ്പൊ സമയം 8:30 മണി. 8:30 മണിക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഇതിവിടെ നിർത്തി വയ്ക്കണം. എന്തിനാണ് നിർത്തി വയ്ക്കുന്നത്? എല്ലാവർക്കും ആഹാരം കഴിക്കണം. അവിടെ ഒരു ഊട്ടുപുരയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ പോയിട്ട് എന്ത് ചെയ്യാം? ആഹാരം കഴിക്കാം. ഒരുപാട് സമയമൊന്നും തരില്ല. കഴിയുന്നതും വേഗം ആഹാരം കഴിക്കുക, കഴിയുന്നതും വേഗം തിരിച്ചു വരാം. 8:30 നിർത്തിയാൽ നമുക്ക് ഒരു 9 മണിക്ക് തുടങ്ങി കൂടെ. ഒരു 9 മണിക്ക് തന്നെ നമുക്കിവിടെ പാരായണം തുടങ്ങാം. അപ്പൊ അരമണിക്കൂറേ നിങ്ങൾക്ക് ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തരുന്നുണ്ട്. അപ്പൊ അവിടെ വേണ്ട സഹായങ്ങൾക്ക് എല്ലാവരും ചെയ്തു കൊടുക്കുക. ഇനി ഇവിടെ ഭഗവാൻ ആദ്യമായിട്ട് നിവേദിച്ച ത്രിമധുരമുണ്ട്. ഈ ത്രിമധുരം നിങ്ങൾ ആരെങ്കിലും ഒരാള് കൊടുക്കുക. ആര് കൊടുക്കും? ആ കൊടുക്കണ ആളുകളുടെ വരും. പാത്രവും സ്പൂണൊക്കെ അങ്ങോട്ട് ഒരാള് വരും കൊടുക്കാൻ. ആ അമ്മ കൊടുക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ എവിടുന്നാ കൊടുക്കുക? എവിടുന്ന് കൊടുക്കും? കുറച്ച് ദൂരെ നിന്ന് കൊടുക്കല്ലേ നല്ലത്.
അവിടെ അതിലെങ്ങോട്ടല്ലേ പോവാ ഭക്ഷണം കഴിക്കാൻ, അങ്ങോട്ടല്ലേ. അപ്പൊ പിൻഭാഗത്ത് അവിടെയൊക്കെ പോയിരുന്നു, കുറച്ച് പിന്നിലേക്ക് പോയിരുന്നു, കുറച്ച് പിന്നിലേക്ക് പോയി. എന്നിട്ട് നിങ്ങൾ വരിയായിട്ട് പോയിട്ട് ആ അമ്മയുടെ പിന്നാലെ പോയിട്ട് ആ തൃമധുരം ആദ്യം കഴിക്കുക, എന്നിട്ട് തൃമധുരം കഴിച്ച് നേരെ ഭക്ഷണം കഴിക്കാൻ പോയി. കൂട്ടം കൂടി നിൽക്കണ്ട, ഒരു വരിയായിട്ട് നിന്നാൽ എളുപ്പമായിരിക്കും കേട്ടോ. അവിടുന്ന് കൊടുത്തോളൂ, വല്ലാണ്ട് ദൂരത്തേക്ക് പോകണ്ട, അവിടുന്ന് കൊടുത്തോളൂ. എന്നിട്ട് ഒരു വരിയായിട്ട് ആ അമ്മയുടെ അടുത്ത് പോയി നിൽക്കുക. വരിയായിട്ട് പോയാണ്, കൂട്ടം കൂടി നിൽക്കരുത്, ഒരു വരിയായിട്ട് നിന്ന് ആ തൃമധുരം കഴിച്ച് നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുക. പിന്നെ 2 പേരോട് ഇരിക്കല്ലോ അല്ലേ, 2 3 പേരോട് ഇരുന്നോ.